വാർത്തകൾ വിശദമായി. എങ്ങുമെത്താതെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് മാരത്തൺ ചർച്ചകൾ. നിലവിലെ 5 തർക്ക സീറ്റുകൾക്ക് പുറമെ 4 സീറ്റുകളിൽ കൂടി തർക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അടൂർ പ്രകാശും കെ ബാബുവും മാറി നിൽക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. ഇതിനിടെ താനും മത്സരരംഗത്ത് നിന്നും പിന്മാറുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. പട്ടിക 2 ഘട്ടമായി പുറത്തിറക്കിയേക്കുമെന്ന് സൂചന. സോണിയാഗാന്ധിയുമായി നേതാക്കളുടെ ചർച്ച വൈകിട്ട് 7:30 നടക്കും. വിശദാംശങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, തുടർച്ചയായ 6ാം ദിവസവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഉമ്മൻചാണ്ടിയും സുധീരനും, ഈ രണ്ടുപേരും ഈ പറയുന്ന തങ്ങളുടെ ഉമ്മൻചാണ്ടി വിശ്വസ്തരെ വിട്ട് ബലികഴിക്കാൻ തയ്യാറാകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം. 7:30 ഇന്ന് സോണിയാഗാന്ധിയുമായി വീണ്ടും ചർച്ച നടത്തിയാൽ കൂടി എന്തായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിർദ്ദേശം? അതിന് ഉമ്മൻചാണ്ടി വഴങ്ങുമോ? പ്രജീഷ, 7:30 നടക്കുന്നത് ഒരു അന്തിമ ചർച്ച തന്നെയായിരിക്കും. കാരണം ഇന്നലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അവർ തന്നെ നിർദ്ദേശിച്ചനുസരിച്ചാണ് ഇന്ന് വീണ്ടും അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്നത്. പക്ഷേ ആ യോഗത്തിൽ പോലും ലക്ഷ്യം കണ്ടെത്താൻ ഹൈക്കമാൻഡിന് മുഗൾ വാസ്നിക്കും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്കും മല്ലികാർജ്ജുന ഖാർഗെയും യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ച ചില നിർദ്ദേശങ്ങൾ കേരള നേതാക്കളെ അറിയിച്ചു. കാരണം നിരന്തരം മത്സരിക്കുന്നവർ മാറി നിൽക്കണം എന്ന VM സുധീരന്റെ ആവശ്യം ഇപ്പോൾ നമുക്ക് മാറ്റി നിർത്താം, പകരം ആരോപണ വിധേയരെ ഒഴിവാക്കാം എന്ന കാര്യത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാം എന്നായിരുന്നു അറിയിച്ചത്. അതേ തുടർന്ന് കെ ബാബു, അടൂർ പ്രകാശ് എന്നിവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും എന്ന് ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോന്നിയിലും തൃപ്പൂണിത്തുറയിലും ഇരുവരെയും ഒഴിവാക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷെ അപ്പോഴാണ് കടുത്ത തീരുമാനം എന്ന നിലയിൽ ഉമ്മൻചാണ്ടി നിലപാടെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇരുവരെയും ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് തന്റെ പേരും കൂടി ഒഴിവാക്കേണ്ടി വരും എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അങ്ങനെ കടുത്ത രീതിയിൽ ഉമ്മൻചാണ്ടി നിലപാട് കൈക്കൊണ്ടോടെ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ എത്തി. VM സുധീരനാകട്ടെ ഇരുവരെയും കൂടാതെ KC ജോസഫിനെ കൂടി ഇരിക്കൂറിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യവും ശക്തമാക്കി. അങ്ങനെ 3 മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ച കഴിഞ്ഞ 5 ദിവസം മുമ്പ് ഏത് തരത്തിലാണോ എത്തിയത് ആ തലത്തിൽ തന്നെയാണ് അല്പം മുമ്പ് സമാപിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും കാര്യങ്ങൾ എത്തിയത്. അതേ തുടർന്നാണ് രാത്രി 7:30 സോണിയാഗാന്ധിയെ 3 നേതാക്കളും സംയുക്തമായി കാണാൻ തീരുമാനിച്ചത്. 3 പേരും സോണിയാഗാന്ധിയെ കണ്ട് വിഷയത്തിൽ തർക്കത്തിൽ തീരുമാനമായില്ല എന്നറിയിക്കും. അങ്ങനെയെങ്കിൽ അന്തിമ തീരുമാനം സോണിയാഗാന്ധി കൈക്കൊള്ളട്ടെ എന്നായിരിക്കും അറിയിക്കുക. ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തിട്ടുണ്ട്. കാരണം ഈ 3 മന്ത്രിമാർ കൂടാതെ 2 സിറ്റിംഗ് MLA മാർ തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനും കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷനും മത്സരിക്കുന്നതും കൂടി എതിർക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ 5 മണ്ഡലങ്ങളുടെ കാര്യത്തിലും ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. അക്കാര്യത്തിലും ഒരു തർക്കം നിൽക്കുന്നു. ഒന്ന്, CN ബാലകൃഷ്ണൻ മത്സരിച്ച് ജയിച്ച വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ മത്സരിപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതൊരു തർക്കമായി മാറുന്നു. കാരണം I ഗ്രൂപ്പിന്റെ കൈവശമാണ് വടക്കാഞ്ചേരി ഉള്ളത്. അത് മാറ്റി സുധീരപക്ഷ നേതാവിന് നൽകണം, അനിലക്കരയ്ക്ക് നൽകണം എന്നതാണ് ഒരു ആവശ്യം. അതൊരു തർക്കമായി മാറി നിൽക്കുന്നു. അതോടൊപ്പം പുതുക്കാടും ഈ തരത്തിലൊരു തർക്കമുണ്ട്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മത്സരിക്കും എന്ന് ഏതാണ്ട് തീരുമാനമായതാണ്. പക്ഷെ അപ്പോൾ മുൻ കോൺഗ്രസ് നേതാവിന്റെ മകൻ സൂരജ് രവിയുടെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം മണ്ഡലത്തിലും ഒരു തീരുമാനമായില്ല. നാട്ടികയിലും തർക്കം നിലനിൽക്കുന്നു. അങ്ങനെ ഈ 4 മണ്ഡലങ്ങൾ കൂടി തർക്കത്തിൽ എടുക്കുമ്പോൾ ആ മൊത്തം ഏകദേശം 9ഓളം മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇനി കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതുകൂടി എടുത്താൽ മാത്രമേ 84 സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കാനാവുകയുള്ളൂ. പ്രതീക്ഷ. എന്തായാലും ഒരു അന്തിമ തീരുമാനം ഇന്നും പ്രതീക്ഷിക്കേണ്ടി വരില്ല. പക്ഷേ ഹൈക്കമാൻഡ് ഈ പറഞ്ഞ പോലെ വലിയൊരു ഡെഡ്ലൈൻ ഇനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല നിലപാടും സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പ്രഖ്യാപനം? അവിടെ ആയിരിക്കുമോ അതോ ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള ACC സെക്രട്ടറിമാരും ഒപ്പം തന്നെ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളുമായി ഒക്കെ ഇനി ആലോചിക്കാനുള്ള സാധ്യത ഒന്നുമില്ല എന്ന് തന്നെയാണോ ഹൈക്കമാൻഡ് നൽകുന്ന സൂചന? പ്രജീഷ്, ഈ തർക്കത്തോടുള്ള കടുത്ത വിയോജിപ്പ് ഹൈക്കമാൻഡ് നേതാക്കൾ കേരള നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു നീളുന്നതിനോടുള്ള അസംതൃപ്തി അവർ വ്യക്തമാക്കുന്നു. LDFും NDA ഘടകകക്ഷികളും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണത്തിലേറെ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോഴാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിലെ തർക്കം. അത് ചില സീറ്റുകളുടെ കാര്യത്തിൽ നേതാക്കൾ വിട്ടുവീഴ്ച ചെയ്താൽ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ എന്ന തരത്തിലൊരു ആശയവും ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇങ്ങനെ അന്തിമമായി നീളുന്നതിന് അവർക്ക് താല്പര്യമില്ല. ഈ
ഇത്തരത്തിൽ 3 മന്ത്രിമാരുടെ കാര്യത്തിലുള്ള തർക്കം കാരണം 84 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാകാത്തൊരു സാഹചര്യം വളരെ ഗുരുതര പ്രശ്നമായി നിലനിൽക്കുന്നു. AK ആന്റണിയോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. AK ആന്റണി ഇന്ന് VM സുധീരനുമായി ആശയവിനിമയം നടത്തി. ഏതെങ്കിലും ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താനാകുമോ എന്ന ശ്രമത്തിലാണ്. 7:30 VM സുധീരൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ സോണിയാഗാന്ധിയെ കാണുന്നതിന് മുമ്പ് AK ആന്റണിയുമായി ചിലപ്പോൾ സോണിയാഗാന്ധി ആശയവിനിമയം നടത്തിയെന്നിരിക്കും. അതിനുശേഷം 3 നേതാക്കളുടെ നിലപാട് അറിയും. പിന്നീട് സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തതിനു ശേഷം ലിസ്റ്റ് AICC പ്രഖ്യാപിക്കും എന്ന തരത്തിലേക്കാകും കാര്യങ്ങൾ നീങ്ങുക. സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത്. 7:30 കാര്യങ്ങൾക്ക് എന്ത് വ്യക്തത ഉണ്ടാകും എന്നത് സംബന്ധിച്ചാണ് 10 ജൻപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. സോണിയയുടെ വസതിയിലേക്കായിരിക്കും അന്തിമ തീരുമാനത്തിന് ഇനി കാത്ത് നിൽക്കേണ്ടത്. വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇനി സോണിയാഗാന്ധി കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല. വൈകിട്ട് 7:30 കേരള നേതാക്കൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തീരുമാനങ്ങളായിട്ടില്ല. വൈകുന്നേരം 7:30 സോണിയാജിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നും ശരിയല്ല. എല്ലാ തീരുമാനങ്ങളും 7:30 സോണിയാജിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്ത് പുറത്തായി. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യതയുള്ളത് തനിക്ക് ആണെന്നാണ് പ്രതാപൻ കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി തന്നെ ഈ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. എന്നാൽ കത്ത് അയച്ചിട്ടില്ലെന്ന് പ്രതാപൻ പ്രതികരിച്ചു. പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. A ഗ്രൂപ്പ് നേതാക്കളും പ്രതാപനെതിരെ രംഗത്ത് വന്നു. മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താൽപര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ തൃശൂരിലെ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. പിന്നീട് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചാണ് TN പ്രതാപൻ കത്തയച്ചത്. എന്നാൽ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികളാണെന്ന വ്യാഖ്യാനമാണ് പ്രതാപൻ നടത്തിയത്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുമില്ല. 100% അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ, ആ നല്ല സുഹൃത്തുക്കളുടെ ഒരു സ്ക്രീൻ പ്ലേ ആയി അതിനെ കണ്ടാൽ മതി. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. TN പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണുവെന്ന് ഡീൻ കുര്യാക്കോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതാപൻ KSU ജില്ലാ പ്രസിഡന്റിന്റെ അവസരം തട്ടിയെടുത്തെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്ന സീറ്റാണ് പ്രതാപന്റെ നീക്കത്തിലൂടെ നഷ്ടമായതെന്ന് ശോഭാ സുബിൻ പറഞ്ഞു. തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. എന്നാൽ KSU പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു പ്രതാപന്റെ മറുപടി. കൊടുങ്ങല്ലൂരിൽ പരാജയ സൂചന മുന്നിൽ കണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി TN പ്രതാപൻ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA ആയ VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറുന്നതായി അറിഞ്ഞതോടെയാണ് ആദർശം പറഞ്ഞ പ്രതാപൻ സീറ്റ് ഉറപ്പിക്കാൻ രഹസ്യ കരുക്കൾ നീക്കിയത്. പ്രതാപന്റെ ആദർശമുഖം പുകഴ്ത്തിയ VM സുധീരനുള്ള കനത്ത തിരിച്ചടിയുമായി ഈ രഹസ്യ നീക്കം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. N സുബ്രഹ്മണ്യത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ KP അനിൽകുമാറിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി. നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. UDF സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ ദിവസങ്ങളായി തുടരുന്ന വടംവലിയാണ് പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് എത്തിയത്. അവസാന നിമിഷം കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ കൊയിലാണ്ടിയിൽ പരസ്യ പ്രതിഷേധവുമായി 200-ലേറെ കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. ചേമഞ്ചേരി, പയ്യോളി, ചെങ്ങോട്ടുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. സോളാർ ആരോപണ വിധേയനായ N സുബ്രഹ്മണ്യനെ മാറ്റണമെന്നും പേയ്മെന്റ് സീറ്റാണെന്നും ആരോപിച്ച് പ്രവർത്തകർ നഗരത്തിലുടനീളം പോസ്റ്ററും പതിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരുമെന്ന് KP അനിൽകുമാർ അനുയായികൾ പറഞ്ഞു. ഇത്തരം വിവാദത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ യാതൊരുവിധ ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരാൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവുമ്പോൾ
നമ്മൾ അതിനെ മറികടന്ന് എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് ഞങ്ങളും മേൽക്കമ്മിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരം രീതിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട മണ്ഡലമായി ചരിത്രത്തിൽ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്ന കൊയിലാണ്ടി അത് CPM-നോടൊപ്പം പോകുമെന്നുള്ള കാഴ്ചപ്പാട് കൊയിലാണ്ടിയിലെ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും UDF-ന്റെ മൊത്തം പ്രവർത്തകർക്കും കൊയിലാണ്ടിയിലെ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനാൽ വിഷയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. जरूरत की बात नहीं है और ऐसा है इधर कोई ऐसे साधारण आदमी भी ऐसा अनिल कुमार जी को मानता है. अनिल कुमार इधर पाँच साल के अंदर बहुत सारे काम किया है, तो इसलिए ICC को मैं रिक्वेस्ट करता हूँ कोई हालत में इधर NS को इधर नहीं डालने का. इधर जरूर अनिल कुमार जी है. സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭാരവാഹി ശ്രീജാറാണി ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ നിസ്സഹരണം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KP അനിൽകുമാർ അനുയായികളുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UDF-നെതിരെ ലത്തീൻ സഭ രംഗത്ത്. ആലപ്പുഴയിലാണ് ലത്തീൻ സഭ പരസ്യമായി UDF-നെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ ഷാജഹാൻ നൽകും. ഷാജി, തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് നിലപാടാണ് ഇപ്പോൾ ലത്തീൻ സഭ സ്വീകരിക്കുന്നത്? പരസ്യമായി തന്നെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രജീഷെ, കഴിഞ്ഞ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് ആലപ്പുഴ പാർലമെന്റിൽ ഒരെണ്ണം ലഭിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഇത്തവണ മാത്രം ആ സീറ്റ് ലഭിച്ചില്ല. ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു സാധാരണഗതിയിൽ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് ഒരു സീറ്റ് നൽകിയിരുന്നത്. ഇത്തവണ അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ, അതായത് BDJS-ന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ലേബലിൽ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമുദായത്തിനിടയിൽ ഉയർന്നു വരുന്നത്. സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു സമുദായമാണ് ലത്തീൻ കത്തോലിക്ക സമുദായം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ 11 മണ്ഡലങ്ങളിലും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ തങ്ങൾ പരസ്യമായിട്ട് 10,000-കണക്കിന് പ്രവർത്തകരെ അല്ലെങ്കിൽ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് പരസ്യമായിട്ട് ഇവർ രംഗത്തിറങ്ങാനും തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരണം വർഷങ്ങളായിട്ട് ഇവർക്ക് നൽകി വരുന്ന സീറ്റ് ഇത്തവണ മാത്രമാണ് ലഭിക്കാതിരുന്നത്. ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴ പാർലമെന്റ് MP-ക്കെതിരെയും ഇവർ ശക്തമായ ഭാഷയിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് KPCC-ക്കും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിനും ഒക്കെ തന്നെ ഇവർ തങ്ങളുടെ പരാതികൾ അയച്ചു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് 10,000-കണക്കിന് വരുന്ന ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങളാണുള്ളത്. ഇവരുടെ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഓരോ വർഷവും ഇത് UDF-ന് അനുകൂലമായിട്ടാണ് സാധാരണഗതിയിൽ ഒരു വോട്ട് ചെയ്യുക പതിവ്. ഇത്തവണ ഇവരുടെ ഭാഗത്തു നിന്നും, അതായത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഭാഗത്തു നിന്നും UDF-ന് അനുകൂലമായ വോട്ട് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് മറ്റ് 11 മണ്ഡലങ്ങളിൽ കൂടി ഇതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അവർ ശക്തമായ ഭാഷയിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഇതുവരെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പോലും UDF നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ അവർ തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിരിക്കുകയാണ്. ഇതിന്, അതായത് പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമായിരിക്കും അവർ ഇതിന് പരസ്യമായിട്ട് ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഇവർ രേഖാമൂലം അല്ലെങ്കിൽ തങ്ങളുടെ പരാതികളായിട്ട് ഹൈക്കമാൻഡിനും അതോടൊപ്പം തന്നെ KPCC-ക്കും ഒക്കെ നൽകി കഴിഞ്ഞു. തീർച്ചയായിട്ടും തീരദേശ മേഖലയെ അവഗണിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സമുദായ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സമിതി ഭാരവാഹികൾ തന്നെ ഇതിന് മുൻകൈയെടുത്ത് രംഗത്ത് വരുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. പ്രജീഷ്. ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ വ്യക്തമാക്കി. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ സീറ്റുകളാണ് പരിഗണിക്കുന്നത്. ആരുടെ പിന്തുണ ലഭിച്ചാലും സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരരംഗത്ത് വരുന്ന പക്ഷം ഞാൻ തിരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, അങ്കമാലി, ഈ 3 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. പുനലൂരിലും കരുനാഗപ്പള്ളിയിലും KPCC-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾക്ക് പരിചിതമില്ലാത്ത ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളെയും കെട്ടിയിറക്കുന്നതിനെതിരെയാണ് പോസ്റ്ററുകളിൽ പ്രതിഷേധം. മറ്റ് ചിഹ്നങ്ങൾ അനുവദിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. കരുനാഗപ്പള്ളിയിൽ പേയ്മെന്റ് സീറ്റും
നേതാക്കൾക്ക് ഭാരവാഹിത്വം പണം വാങ്ങി നൽകുന്നതായും ആരോപിക്കുന്നു. തിരുവല്ലയിൽ ജോസഫും പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. 12 മണ്ഡലം പ്രസിഡന്റുമാരാണ് പരസ്യമായി പുതുശ്ശേരിക്കെതിരെ രംഗത്തെത്തിയത്. PJ കുര്യനും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് തിരുവല്ലയിൽ ജോസഫ് M പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 12 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിക്ടർ T. തോമസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ആൾക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്ന് കാണിച്ച് പരസ്യ പ്രസ്താവനയും ഇവർ ഇറക്കിയിട്ടുണ്ട്. പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് UDF-നോടുള്ള അവഹേളനമാണ്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിച്ചാൽ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോസഫ് M പുതുശ്ശേരിക്ക് സീറ്റ് നൽകരുതെന്ന് നേരത്തെ PJ കുര്യനും ആവശ്യപ്പെട്ടിരുന്നു. പുതുശ്ശേരി മത്സരിച്ചാൽ വിക്ടറിന്റെ അനുകൂലികളും വിക്ടർ മത്സരിച്ചാൽ പുതുശ്ശേരിയുടെ അനുകൂലികളും പരസ്പരം കാലുവാരും എന്ന ആശങ്കയ്ക്കിടയിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ അനാസ്ഥ മൂലം രോഗി മരിച്ചതായി പരാതി. ആംബുലൻസിൽ എത്തിയ രോഗിയെ പരിശോധിക്കാത്തത് മൂലമാണ് മരിച്ചതെന്നാണ് പരാതി. കൂടുതൽ വിശദാംശങ്ങൾ TV പ്രശാന്ത് നൽകും. പ്രശാന്ത്, വിവരങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ ആംബുലൻസ് എത്തിച്ച രോഗിയാണ് ഇന്ന് ഉച്ചയോടുകൂടി മരിച്ചത്. ഡോക്ടർമാർ ഈ രോഗിയെ നോക്കുന്ന കാര്യത്തിൽ വലിയൊരു അനാസ്ഥ കാണിച്ചു എന്നതാണ് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. ആലപ്പുഴ പൂത്തല സ്വദേശി സുരേഷിന്റെ ഭാര്യ ബിന്ദു ആണ് മരിച്ചത്. മാത്രമല്ല, ഇവരെ പന്തളം ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു. അതിനുശേഷമാണ് അവരെ വെന്റിലേറ്ററിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉച്ചയോടെ കൊണ്ടുവന്നത്. എന്നാൽ ഇവരെ കൊണ്ടുവന്ന ശേഷം ഡോക്ടർമാർ നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർമാർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതിയാണ് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് സുരേഷ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനം തന്നെ ഈ മേഖലയിലുണ്ടായി. മാത്രമല്ല, മരിച്ച സ്ത്രീയുടെ മൃതദേഹം ആംബുലൻസ് തന്നെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മണിക്കൂറുകളോളം ആംബുലൻസ് കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായ ഒരു പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ RDOയോ കളക്ടറോ സംഭവസ്ഥലത്ത് എത്തിയ ശേഷം മാത്രമേ മൃതദേഹം മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു വലിയൊരു കാര്യം കൂടി ഡിവൈഎഫ്ഐ അടക്കമുള്ള പ്രവർത്തകർ മുന്നോട്ട് വെച്ചു. ഇപ്പോഴും ആംബുലൻസ് തന്നെ മൃതദേഹം കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. TV പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി വാഗമണിൽ പട്ടയത്തിലെ സർവേ നമ്പർ തിരുത്താനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ദുരിതം നേരിടുന്ന കർഷകർക്ക് പട്ടയം ലഭിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി പുകമറ സൃഷ്ടിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് DCC അധ്യക്ഷൻ റോയ് K. പൗലോസ് ആരോപിച്ചു. വാഗമണിൽ 1 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി ലഭിക്കുമെന്നും റോയ് K. പൗലോസ് പറഞ്ഞു. ഇടുക്കി വാഗമണ്ണിൽ പട്ടയത്തിലെ സർവേ നമ്പർ സ്വകാര്യ വ്യക്തിക്ക് തിരുത്ത് നൽകാനുള്ള റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവിനെതിരെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തു വന്നത്. പ്രദേശത്ത് ആയിരക്കണക്കിന് കർഷകരുടെ പട്ടയത്തിൽ സമാന തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇവരെ റവന്യൂ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നു. 1 ലക്ഷം രൂപ കൈക്കൂലി നൽകിയാൽ ഉദ്യോഗസ്ഥർ 1 ഏക്കർ ഭൂമിക്ക് രേഖകൾ നൽകുന്ന സ്ഥിതിയാണ് വാഗമണ്ണിലെന്നും DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് പറഞ്ഞു. ഇങ്ങനെ സർവേ നമ്പർ തെറ്റിക്കിടക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആ മേഖലയിലെ ഒരു ആയിരക്കണക്കിന് കർഷകരെ നിരന്തരമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഏത് ഗവൺമെൻറ് ഇരുന്നാലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 1 ഏക്കർ സ്ഥലത്തിന് 1 ലക്ഷം രൂപ വെച്ച് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം ശരിയാക്കി കൊടുക്കും. ഒരു കുഴപ്പമില്ല. അവൻ NOCയും കൊടുക്കും, അവർ പോക്കൂറുകയും ചെയ്തു കൊടുക്കും. പണമുണ്ടോ അവിടെ NOC ഉണ്ട്, പോക്കൂറുകയും ചെയ്യും, ഒരു തടസ്സവും. നിലവിലെ വിവാദം കർഷകർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യം നൽകാതിരിക്കാനുള്ള പുകമറ സൃഷ്ടിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ കാണുന്നൊരു പ്രത്യേകത എന്നറിയോ, ചില നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുകമറ ഉണ്ടാക്കുക. പട്ടയ പ്രശ്നം പരിഹരിക്കാൻ നിയോഗിച്ച റവന്യൂ സംഘത്തിന്റെ പ്രവർത്തനത്തിലും കോൺഗ്രസ് ജില്ലാ നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയ നടപടി പിൻവലിക്കണമെന്ന DCCയുടെ ആവശ്യം നിലനിൽക്കെയാണ് വാഗമൺ സർവേ നമ്പർ തിരുത്തൽ വിവാദത്തിലും എതിർപ്പറിയിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്തു വന്നിരിക്കുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
മൂന്നാർ കാറ്ററിംഗ് കോളേജ് കാനഡയിലെ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരമൊരുക്കിയാണ് ലക്ഷ്യം. കൂടുതൽ തൊഴിൽ സാധ്യതകളാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ വളർന്നു വരികയെന്ന് മുൻ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ ടെഷാവെൽസ്, യൂജിൻ തോംലിൻസൺ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ ടിസാൻ തച്ചങ്കരി, മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഡയറക്ടർ മേരി ടിസാൻ തച്ചങ്കരി എന്നിവരും പങ്കെടുത്തു.